പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ വികസന രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ചു. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ മേയർ വി രാജേഷ്, ബി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവർ ചേർന്ന് വികസന രേഖ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി അധികാരത്തിലെത്തിയാൽ നഗരത്തിന്റെ വികസന പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അധികാരത്തിൽ വന്ന് 27 ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി അനന്തപുരിയിലെത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ വികസന രേഖയുടെ കരടാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. നഗരത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇനിയും 5 വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം, ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള BJPയുടെ കാഴ്ചപ്പാടിൽ ഇനിയും കുറെ കൂടി ചർച്ചകൾ നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ വികസന സെമിനാർ, BJPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. കോർപ്പറേഷൻ ഓഫീസുകൾ കയറിയിറങ്ങാതെ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും CSI മുഖേനയും സേവനം വീട്ടുപടിക്കലെത്തും. ആധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് സേവനം ഉറപ്പാക്കുക. 2030 ഇന്ത്യയിലെ മികച്ച 3 നഗരങ്ങളിലൊന്നായി അനന്തപുരിയെ മാറ്റും. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. പൊതുജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കോർപ്പറേഷൻ നോട്ടീസ് നൽകും. നഗരം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കരട് വികസന രേഖയെന്നും മേയർ അഭിപ്രായപ്പെട്ടു. ജനം, തിരുവനന്തപുരം.